ബയോളജി ചാപ്റ്റർ 2 പാത്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. കോടിക്കണക്കിന് വർഷം നീണ്ട രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജലത്തിൽ ജീവൻ ഉണ്ടായത്. ജീവൻ ആവിർഭവിച്ചിട്ടും മാറ്റം അവസാനിച്ചില്ല. ജീവികൾക്കുള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത്തരം മാറ്റങ്ങളിലൂടെയാണ് ഇന്നുള്ള ജീവജാലങ്ങളെല്ലാം രൂപപ്പെട്ടത്. ഈ രൂപപ്പെടലിന്റെ ചരിത്രമാണ് ജീവപരിണാമം അഥവാ എവല്യൂഷൻ. അതേപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് പരിണാമശാസ്ത്രം. മനുഷ്യനും ജീവപരിണാമത്തിന്റെ ഉൽപ്പന്നമാണ്. ജീവജാലങ്ങളുടെ പാരമ്പര്യ സ്വഭാവങ്ങളിൽ തലമുറകളിലൂടെ മാറ്റമുണ്ടാകുന്ന സുദീർഘമായ പ്രക്രിയയെ പരിണാമമെന്ന് പറയാം. ജീവജാലങ്ങളുടെ പരിണാമത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങളോട് ഒത്തിണങ്ങി ജീവിക്കാനുള്ള വലിയൊരു സമരം ജീവികൾക്ക് നടത്തേണ്ടി വന്നു. ആ സമരത്തിൽ ചില ജീവവർഗങ്ങൾ നശിച്ചു, മറ്റു ചിലവ അതിജീവിച്ചു. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യ മസ്തിഷ്കത്തിനുണ്ട്. മനുഷ്യൻ ജീവപരിണാമത്തിന്റെ ഉൽപ്പന്നമാണെങ്കിൽ പോലും മറ്റു പല ജീവികളെ അപേക്ഷിച്ച് ഒട്ടേറെ പരിമിതികൾ മനുഷ്യനുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയും മനുഷ്യ മസ്തിഷ്കത്തിനുണ്ട്. മസ്തിഷ്കം രൂപപ്പെട്ടതും പരിണാമ പ്രക്രിയയിലൂടെയാണ്. ഈ ജീവപരിണാമത്തെക്കുറിച്ചും മസ്തിഷ്കത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്റർ 2 പാത്സ് ഓഫ് എവല്യൂഷൻ എന്നതിൽ നമ്മൾ പഠിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ സവിജ, നിങ്ങളുടെ സ്വന്തം ഹോം ട്യൂട്ടർ. ഇത്തവണ SSLC എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുമെന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കുട്ടികളെല്ലാം വീഡിയോ കാണുക, അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക. ഇഷ്ടമാകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.